നാളുകളായിട്ട് കാണണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. പക്ഷെ ഇന്നാണ് നമുക്ക് കാണാൻ പറ്റിയത്. കാരണം ഇവര് ബാക്കിയത് അവർ പറയും. ഞാൻ 2.5 വർഷത്തോളമായി ഞാൻ പക്ഷേ ആദ്യം ഞാൻ 5 കീമോയും 25 റേഡിയേഷനും കഴിഞ്ഞായിരുന്നു. എനിക്ക് യൂട്രസിലായിരുന്നു. പക്ഷെ അന്നേരം സ്റ്റേജ് കഴിഞ്ഞു പോയി. 3 സ്റ്റേജ് കഴിഞ്ഞത് കൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ റേഡിയേഷനിൽ അത് മാറ്റാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ റേഡിയേഷൻ്റെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് 3 മാസം 1 മാസത്തോളം ഓരോ മാസം വിട്ടുവിട്ട് പോകണം. അത് കഴിഞ്ഞ് 3 മാസം വിട്ടുവിട്ട് പോകണം. 3 മാസം അവർക്ക് പിന്നീട് വയ്യാണ്ടായി. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ അതിനകത്ത് ഇത് ബെഡ് സ്കാനും MRI ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അന്നേരം കൂടിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യ. അപ്പോഴത്തേക്ക് എനിക്ക് ബ്ലാഡറിൽ ഒരു ഹോള് വീണ് മൂത്രം അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിന് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് ഓപ്പറേഷന് തന്ന് അവിടുന്ന് അത് കിഡ്നി വഴി ട്യൂബ് ഇട്ട് 2 കിഡ്നിയിലും വിടാൻ പോയപ്പോൾ 1 കിഡ്നി വർക്ക് ചെയ്യുന്നില്ല. ഈ ഉള്ള 1 കിഡ്നിയിലാണെങ്കിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. പിന്നെ കിടന്നിൽ ബാധിച്ചായിരുന്നു. മൂത്രസഞ്ചിയിൽ മറുപാടത്തിൽ എല്ലാം എനിക്ക് ക്യാൻസറായി. അപ്പം എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ യൂട്രസ് എടുക്കണം, മലദ്വാരവും മൂത്രസഞ്ചി എടുത്ത് മാറ്റണം. എല്ലാം അവർ പിന്നെ ട്യൂബിലൊക്കെ ബാഗ് വെച്ചിട്ടേ ഉള്ളൂ. ഈ ഇടുപ്പ് തുളച്ച് വേണം. പിന്നെ അതിനൊക്കെ ബാഗ് വെക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ കുടല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബുധനാഴ്ചയുടെ അത് തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ വീട്ടിൽ പോകാം. എനിക്ക് അപ്പോൾ തന്നെ 2 ഓപ്പറേഷൻ എനിക്ക് കിഡ്നിയിൽ കഴിഞ്ഞായിരുന്നു. അപ്പം ഈ ട്യൂബ് ഇട്ടേക്കുകയും ചെയ്യുക. വേദനയ്ക്ക് എനിക്കൊരു ശമനവും ഇല്ലാത്തൊരു സമയമായിരുന്നു. അങ്ങനെ ചേട്ടനടുത്ത് പറഞ്ഞാൽ എനിക്ക് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ വയ്യ, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അതിനുള്ള ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. കിടക്കയിൽ എണ്ണിക്കണമെങ്കിൽ തന്നെ ചേട്ടൻ എന്നെ പൊട്ടിയെടുക്കണം. ആ ഒരു അവസ്ഥയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അത് ചേട്ടൻ അനിയത്തി മക്കൾക്കും എല്ലാം ആലോചിച്ച് ചേച്ചി ഇതിൻ്റെ കൂടപ്പുറപ്പോലെ എനിക്ക് 5 പേരാണ്. എല്ലാം പിള്ളേകളാണ്. എല്ലാവരും എന്നെ നല്ല സഹായിച്ച് എല്ലാ മക്കളും. അപ്പോൾ എല്ലാവരുടെയും എടുത്തുകൊണ്ടാണ് RCCയിൽ നല്ലൊരു കാശ് എനിക്കുണ്ടായി. പറയാൻ പറ്റത്തില്ല. അത്രയും വലിയ കാശ് ഈ 2.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചിലവായി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അനിയത്തിയൊക്കെ പറഞ്ഞ് ചേട്ടനടുത്ത് വന്ന് ഇയാൾ വിഷമിക്കരുത്, ഇപ്പോൾ ആയുർവേദത്തിൽ അതിലൊക്കെ നല്ല ചികിത്സകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഞങ്ങളുണ്ടാകും ബാലചന്ദ്രൻ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പം പുള്ളിയെ വിളിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ആയുർവേദത്തിൻ്റെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു അത് വേണ്ട ചേട്ടൻ ആ റിസൾട്ട് എല്ലാം ഇനിയിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ടുകളെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ 2-3 ദിവസത്തെ സമയമെടുത്തും വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പം കാണാൻ ബാലേന്ദ്രൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു ഇതിൻ്റെ സപ്ലിമെൻ്റ് എല്ലാം ആയിട്ട്. അപ്പോഴും ഞാൻ എണ്ണീറ്റിരിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. ആഹാരമെല്ലാം കഞ്ഞിവെള്ളം ഞവടി അതിലാണ് പുള്ളി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജ്യൂസുകൾ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. എനിക്ക് അതിൻ്റെ കൂടെ കിഡ്നിക്ക് രോഗമായിട്ട് നെഞ്ചും കാലും എല്ലാം നീരായി. മുഖവും വയറും ഒക്കെ വലിയ നീയപ്പോട് കൊണ്ട് വെച്ചിരിക്കുമ്പോൾ എല്ലാവരും മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് 9 മാസം 10 മാസത്തോളം ആവുന്നു. പക്ഷെ എനിക്ക് ന്യൂട്രിച്ചാലിൻ്റെ വെജ് ഒമേഗയും ഓൺ ടവറേജും പിന്നെ അതും പിന്നെ ഗാമ ഇത്രയും സാധനമാണ് എനിക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഒരു പനി വന്നാലും ഞാൻ വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങത്തില്ല. എനിക്ക് അതിന് വേണ്ടി X5 എന്ന് പറഞ്ഞൊരു ഇന്ന് വരെ പിന്നെ വേറൊരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ വളരെ അതിനകത്ത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഈ മരുന്ന് ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. 1 മാസം അടുപ്പിച്ചായപ്പോൾ നിരപ്പിച്ച് ആഹാരങ്ങൾ കഴിക്കാൻ പറ്റി. പിന്നെ എൻ്റെ വേദനകൾക്ക് കുറവ് വന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്നത്.
പിന്നെ വേദനകൾക്ക് കുറവ് വന്നു. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇല്ലായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഉറക്കമുണ്ടെന്ന് അറിയുന്നത്. അതുവരെ എനിക്ക് ചേച്ചിയൊക്കെ അറിയാം. ഞാൻ നിലവിളിക്കുകയാണ്, ഒരുപാട് ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം അങ്ങനെ ഉറക്കമില്ലാതിരിക്കും. മറ്റത് 1 മണിക്കൂർ വിട്ടുവിട്ടാണ് ഞാൻ രാത്രി എണീക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഒരു 10:30-11 മണി കിടന്നു കഴിഞ്ഞാൽ രാവിലെ 3 മണി 4 മണിക്കേ ഉണരത്തുള്ളൂ. ഇപ്പം സാറ് പറഞ്ഞ എൻ്റെ അടുത്ത് ട്യൂബ് ഇടണ്ടെന്ന് പറഞ്ഞു. കിഡ്നിയിലെ ട്യൂബ് ഊരി മാറ്റിയേക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ട്യൂബ് മാറിയിട്ട് ഞങ്ങൾക്ക് കിട്ടത്തില്ല, ഇതുവരെ ഇത് കിട്ടത്തില്ല ഞങ്ങൾ. പക്ഷേ സാറ് പറഞ്ഞ അത് ഡയപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ ആ ഹോൾ അടയുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പണ്ടത്തേക്കാണെങ്കിൽ അതിനൊരു കുറവുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ദൂരം വരത്തില്ലായിരുന്നു. മറ്റത് മൂത്രം പോകുമ്പോൾ അറിയാതെ വിട്ടുവെച്ചിട്ട് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ആ മൂത്രം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിനെല്ലാം ഈ മേഡം എനിക്ക് ഒരുപാട് സപ്പോർട്ടുകൾ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വൈകാരിക വരുമ്പോൾ മേഡത്തിനെ ബാലേന്ദ്രനെ വിളിക്കണം. ബാലേന്ദ്രനെ എനിക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. എനിക്ക് ആദ്യമായിട്ട് ഈ വെജോമേയുടെ കൂടി എൻ്റെ നാട്ടിൽ വെച്ചിട്ടില്ല. ഈ സപ്ലിമെൻറ്റ് എൻ്റെ നാട്ടിൽ വെച്ചിരുന്നത് ബാലേന്ദ്രനാണ്. പ്രാർത്ഥിച്ചത് സാറിനെ വിളിക്കുമ്പോഴും സാറിന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ സാറിനോട് എനിക്ക് വേണ്ടപ്പെട്ട ഇവരോടും എല്ലാം ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ചേട്ടനാണ് എൻ്റെ മക്കളെ കഴിക്കാൻ ഒരു മനുഷ്യരും ഞാൻ പേടിച്ചാലില്ല. ഇപ്പം എനിക്ക് വിട്ടായി എന്തിനും ഇനി പേടിക്കണ്ട. നമ്മളത് ഇത്രയും ഒരു കാര്യമായി. ഇനി നമ്മൾ പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ വിചാരിച്ചു. മറ്റൊരു ഞങ്ങൾക്ക് ബാലേന്ദ്ര അവിടുന്ന് കൊണ്ടുവരണമായിരുന്നു. ഇപ്പം ഇവിടെ ബാലേന്ദ്രനോട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്നങ്ങനെ മരുന്ന് ലീവിന് ഉടനെ തന്നെ ഇവിടെ തന്നെ എത്തിക്കുമായിരുന്നു. എല്ലാ ജോലികളും മാറ്റി വെച്ചു. അവരും ആ കുടുംബവും ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ളവരാണ്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. പക്ഷേ മറ്റുള്ള വിഷമരുന്നുകൾ നമ്മൾ കഴിക്കാതെ ഇത് എൻ്റെ അനുഭവമാണ്. ഞാൻ പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ 4 വർഷം സ്ട്രോക്ക് കൊണ്ട് കിടന്ന മനുഷ്യനാണ്. പക്ഷേ ഇതിൻ്റെ ന്യൂട്രിചാർജിൻ്റെ ഇതൊക്കെ ഞാൻ ഈ മനുഷ്യന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റവും കൂടി ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കളുടെ ചെലവിൽ പിന്നെ എൻ്റെ സഹോദരങ്ങൾ സഹായിച്ചാണ് ഞങ്ങൾ. ഇതിൻ്റെ പൈസയുടെ നമ്മൾ RCC ചെലവത്തിനൊക്കെ കാണാൻ പക്ഷേ നമുക്കുണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് നാം മനസ്സിലാക്കിയ. ഒരു പനിക്ക് പോലും ഞാനൊരു ചുമ വന്നാലും എല്ലാം ഇതിനുള്ള മരുന്നിൻ്റെ ഉണ്ട്. അതിനുള്ള നമുക്ക് നമ്മൾ നിലനിർത്താനുള്ള ഒരു ഇതിനകത്തുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ ഈ അസുഖത്തിൽ എൻ്റെ ഈ അസുഖത്തിൽ വലിയൊരു അസുഖം തരാനാണ്. അതാണ് എൻ്റെ കിഡ്നിയൊക്കെ ഒരെണ്ണേ ബാക്കിയില്ല. അപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയൊന്നും പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പള്ളികളിൽ എല്ലാം പോകും. പാലത്തൊക്കെ വിളിക്കുമ്പോഴും മാസ്ക് വെച്ചേക്കുന്നതിലുള്ള ഫംഗ്ഷനിലെല്ലാം ഞാൻ പങ്കെടുക്കും. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരെയും കണ്ടു മരിക്കട്ടെ എന്ന് ഞാനൊരു വാക്ക്. പക്ഷേ എന്നാലും ഞാനിത് ഇത്രയും നാൾ ജീവിച്ചില്ലേ. ഞങ്ങൾ ജനുവരിയിൽ അവിടെ RCC വന്നത്. ആ ജനുവരി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു മാസം തന്നെ ഞാൻ ജീവിച്ചിരുന്നു. എനിക്ക് ഒരു ഇതുമില്ലായിരുന്നു. മക്കളെ കാണണം എല്ലാവരെയും കണ്ടു. പക്ഷേ ഇത്രയും നാളെന്നെ ദൈവം ഒന്നിച്ചില്ലേ. അതിന് ദൈവത്തിൻ്റെ തുല്യമാണ് എൻ്റെ സാധനം. ഉടനെ വിളിച്ചാൽ ഉടനെ വെളിപ്പാക്കുന്ന പോലെയാണ്. ഓൺലൈനിൽ ഉടനെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടി മാഡവും ബാലേന്ദ്രനും ചേട്ടൻ ഏത് രാത്രിയാണെങ്കിലും അവരുടനെ വിളിച്ചാൽ അതിനുള്ള പരിഹാരമുണ്ട്. ഇപ്പോൾ അത് ഞാൻ ആ കടക്കൽ കിളി വരുമ്പോൾ ഇത്രയും ദൂരം വന്നില്ലേ. ഞാൻ RCCന്ന് തന്നെ ആട്ടല്ല പോകുന്നത്. എന്നെ പൊടിയൊക്കെ അടിക്കുമെന്ന് പറഞ്ഞ കസ്റ്റമറും കൊണ്ടുപോകത്തില്ലായിരുന്നു ആ കാലത്തേക്ക്. ഈ ഒരു ഓട്ടോയിലോട്ട് ഞങ്ങളെ ഇവിടെ തന്നെ കൊണ്ടുപോകും. ഞങ്ങൾ അങ്കമാലി വരെ ഞാൻ ഇവിടെ 185 കിലോമീറ്ററൊക്കെ അങ്കമാലിക്ക്. അത്രയും ദൂരം ഞങ്ങൾ പോയി പിറ്റേന്ന് തിരിച്ചു വന്നു. പക്ഷെ എനിക്കൊരു ഉടനെ തന്നെ ബാലേന്ദ്രൻ വിളിച്ചിരുന്നില്ല. കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു. Rizal
വാ, വാ, വാ. ചെല്ലു, ചെല്ലു. ഹലോ, വാ. ചേച്ചിയാണ് വാ, വാ, വാ. ഞങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ സ്പേസ് ഇല്ല, അത് സ്കിൽ എടുത്തോ. എല്ലാവരും നല്ല കഴിവുണ്ട്. താങ്ക് യു ജയനറ്റ് മാഡം. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് രാവിലെ പറഞ്ഞ ആസിമിന്റെ കൂടെ ബിസിനസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷെ റിയലി ഇനി പറയുന്നത് ബിസിനസ്സാണ്. ആലോചിച്ചിട്ട് പറയും ബിസിനസ്സാണ്.